ഏഹ്, ഇതാരാത്? ഡേയ് ഡേയ്, ഹലോ ഏ? ഹലോ ഏ? ഹലോ. ആരാ 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 എന്താ നിങ്ങളാര്? ആരാ ആരാണ്? എന്റെ സിറ്റി വന്നിട്ട് ഞാൻ ആരെന്ന്? ഓഹോ, ഞാന് ഈ സിറ്റിയുടെ അല്ല, ഈ സ്ഥലത്തിന്റെ ഓണർ ആയിരുന്നു. ഇപ്പൊ ഈ സ്ഥലം ഇത് എന്റെ കയ്യില് ഏത് ഞാൻ ഈ വീട് വെച്ചേക്കുന്ന സ്ഥലത്തിന്റെ? അല്ല, ഈ എന്റെ സ്ഥലം ഉണ്ടല്ലോ, ഇപ്പൊ ഈ സിറ്റി ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ. നിങ്ങളെ നോട്ടിന്റെ മാമൻ വല്ലതും? അല്ല അല്ല അല്ല. അല്ല, അവന്റെയാണ് ഈ സ്ഥലം. ഞാൻ പുള്ളിനെ കണ്ടായിരുന്നു, മേയറിനെ ഞാൻ കണ്ടായിരുന്നു. സംഭവം ഞങ്ങള് പറഞ്ഞു. ആ ശരിക്കും പറഞ്ഞ നിങ്ങളെയും പറ്റിച്ചു, എന്നെയും പറ്റിച്ചു. അതാണ് ഇപ്പൊ ഉണ്ടായത് ഇവിടെ. എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങളെ പറ്റിച്ച് എന്നെ അതായത് പറ്റിച്ച് എന്നെ ആരും നിങ്ങൾ പറ്റിച്ചത്? വില്ലേജേഴ്സിന്റെ അടുത്തുനിന്ന് മേടിച്ചല്ലോ. ആ, അതെനിക്കറിയാം. ഇതിന്റെ ഒറിജിനൽ ഓണർ ഞാനായിരുന്നു. ഞാനൊരു സ്ഥലം വരെ പോയതായിരുന്നു. ആ ഗ്യാപ്പിലാണ് ഇതൊക്കെ നടന്നത്. ഓ, അങ്ങനെയാണല്ലേ? അതെ അതെ. ഇപ്പൊ നിങ്ങൾ കാശ് കൊടുത്ത് എന്താ പറയാ, നിങ്ങളെയും പറ്റിച്ചു, എന്റെ സ്ഥലവും പോയി. അപ്പൊ എന്നെയും പറ്റിച്ചു. ഓ, അപ്പൊ റോയിന് ഇവിടെ താമസിച്ചു. അതെ അതെ. അല്ല, നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടുത്തെ പോലീസ് ഓഫീസർ, SI, GT. പോലീസ്. പോലീസ്. സോറി സാറേ, യൂണിഫോം ഇല്ലാത്ത കണ്ടോ ഞാൻ വേറെ അത് യൂണിഫോം ഇപ്പൊ മഴയൊക്കെ അല്ലേ, ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഉണങ്ങാൻ പറ്റിയില്ല. സാറിന് അല്ല വേറെ ഒന്നുമില്ലേ? എന്ത്? ഒന്നുമില്ല, സാറ് സുഖമല്ലേന്ന് വെച്ചാ. സുഖം തന്നെ, സുഖം തന്നെ. നിങ്ങൾ വീടൊക്കെ വെച്ചോ അവിടെ? ഇല്ല, ഞാൻ വന്നിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ ഇവിടെ കേറിയിട്ട്. ഓ, നല്ല വിനയുള്ള ഒരുത്തനാണെന്ന് മുഖം കണ്ടാ തോന്നുന്നു. അതെ 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 അതെ. ആരും പറയും. പോലീസ് സ്റ്റേഷൻ കയറി കണ്ട? കണ്ടായിരുന്നു. പിന്നെ അവിടെ ആരും പിടിച്ചിട്ട കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. ആരെയും പിടിച്ചിട്ടത്? ഇങ്ങോട്ട് വന്നേ. അല്ല, ആരും അവിടെ പിടിച്ചിട്ട് പിന്നാണ് മാഞ്ഞു പോയിന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അത് ഇവിടെ ഒരു എഫ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു വെകിളി പിടിച്ച് വരുത്തുന്നുണ്ട്, അവന്റെ ചേട്ടൻ. ഓ ഓ ഓ. ആ പുള്ളിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. ആരും കേട്ട സീനാണ്. പോലീസ് സ്റ്റേഷനകത്തോട്ടോ. അല്ല, എഫ് ഗെയിമിങ്ങിന്റെ ചേട്ടനാണോ ഇപ്പൊ ഇതിനകത്ത് പിടിച്ചിട്ടായിരുന്നേ? എഫ് ഗെയിമിങ്ങിന്റെ ചേട്ടനാണ്. എഫ് ഗെയിമിംഗ് ഒരു ബുദ്ധി ഇല്ലാത്തവന്. ആര് പറഞ്ഞു? എഫ് ഗെയിമിംഗ് പറഞ്ഞു. എഫ് ഗെയിമിംഗ് അവന്റെ സ്വന്തം ചേട്ടനെ പോലും അറിയാത്തവനാണ്. അതാണ് ഞാൻ പറഞ്ഞു വെകിളി പിടിച്ചെടുത്തതാണ്. പിന്നെ സാർ, ഇത് എന്റെ കുതിരയാണ്. ഞാനിത് മുകളിൽ അവിടെ ഇട്ടാർന്നതാ. പോലീസ് സ്റ്റേഷനകത്ത് കുതിര കിട്ടിയിരുന്നു. അത് സൂ അല്ല കേട്ടോ. അല്ല, മറ്റേ എഫ് ഗെയിമിങ്ങിന് ഇന്നാണ് ഞാൻ കണ്ടായിരുന്നു. പുള്ളി കുതിരയിൽ നിന്ന് നോട്ടോട്ട് വെച്ച്. അപ്പൊ പേടിച്ചിട്ട് ഞാൻ പിന്നെ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ അത് സീനൊന്നുമില്ല. ഈ ലോക്കപ്പിൽ എടുത്തിട്ടു. ലോക്കപ്പിനകത്ത് കേറിയില്ല അവൻ. നിങ്ങൾ പേര് വിളിക്കാൻ പറഞ്ഞു. പേരെന്തിനായിരുന്നു? പേര് ബണ്ണിദാസ്. ദാസന? ബണ്ണിദാസ്. ഞാൻ വിജയൻ. സാറിന്റെ മുഖം കണ്ട കമലഹാസനാണെന്ന് പറയും. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി. നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. സൈഡിൽ നോക്കുമ്പോ ഒരു പൃഥ്വിരാജിന്റെ കട്ടുമുണ്ട്, സൈഡിൽ നോക്കുമ്പോ ഒരു പൃഥ്വിരാജൊക്കെ. ബാക്കിൽ നിന്ന് നോക്കുമ്പോ സാറെ പോലെ തന്നെ ഉണ്ട്. മതി ഊതിയത്. ലോക്കപ്പൊക്കെ എങ്ങനെയുണ്ട്? ലോക്കപ്പ് കൊള്ളാം, രസമുണ്ട്, നല്ല രസമുണ്ട്. വേണമെങ്കിൽ ഇതിനകത്തൊരു 10-15 ദിവസം കിടക്കുന്നോ? വേണ്ട. അല്ല, വേറെ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഞാനിപ്പോ ആരുടെയൊക്കെ തലയുണ്ടല്ലോ, ആ തലയുടെ ഉള്ളിലൊക്കെയാണ് ഇപ്പൊ താമസം. ഇവിടെ ഒരു ജുബിൻ എന്ന് പറയുന്ന ഒരുത്തരുണ്ട്. അവന്റെ തലയ്ക്കകത്ത് ഒന്നുമില്ല. ഇല്ല, അത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ജുഗിനെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അവരെ പരിചയപ്പെടുന്നതിനാളും നല്ലത് കുറച്ച് അങ്ങോട്ട് പോയി കൊക്കയുണ്ട്, അവിടെ പോയി ചാടുന്നതാണ്. എനിക്ക് തോന്നി ഞാൻ ശരിക്കും ഒന്ന് പരിചയപ്പെടാനായിട്ട് കാത്തിരിക്കുകയാണ് പുള്ളിയെ. പിന്നെ ഇങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. ഇങ്ങോട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ലോക്കപ്പിന്റെ അകത്ത് കയറല്ലേ, വേറെ ആരും കേൾക്കുമ്പോ
ലോകകപ്പ് കൂട്ടിയിടില്ലല്ലോ അല്ലേ? സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഏ. ഈ ലോകം തന്നെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, ഇല്ലൂമിനാനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, കേട്ടിട്ടുണ്ടോ അവര്? ആ കേട്ടിട്ടുണ്ട്. ഈ പൃഥ്വിരാജൊക്കെ ഉള്ളത് ആൾക്കാര്. ആ ആ ആ പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ. അതില്ല മൈറ്റി രാജുവേട്ടൻ. ആ ആ, ആ, ആ. ആ ഒരു ഗ്രൂപ്പില് ഉള്ളൊരു ഉം. സാധനമാണ് ഒരു പെയിൽ ഓക്ക് എന്ന് പറയുന്നത്. ഓ അത് ലോകത്തിലെ ഏറ്റവും റെയറസ്റ്റ് ഐറ്റമാണ്. ഓ അപ്പൊ ഈ പെയിലോക്ക് നമ്മുടെ ആ. സിറ്റിയിലുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ച്. ഓ പെയിലോക്ക് ഒരു ക്ലൗൺ എന്ന് പറയുന്ന ഒരുത്തൻ ഇല്ലുമിനാറ്റി ആയിട്ട് എൽ ഷേപ്പിലൊക്കെ പെയിലോക്ക് കുഴിച്ചിട്ട്. ഓ ഒരു ഷേപ്പ്. അപ്പൊ ഇവന്റെ കയ്യിലും മാസ്റ്ററിന്റെ കയ്യിൽ നിന്നുമാണ് എനിക്ക് പെയിലോക്ക് കിട്ടിയത്. ഇവന്റെ ഇത് മാസ്റ്ററിന്റെ കയ്യിലും ജുഗിലിന്റെ ആയിരുന്നു. അല്ല, ജുഗിലിന്റെ സോൾക്കിങ്ങിന്റെ ആയിരുന്നു. ആ ആ ആ ജുഗിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഗിൽ 24 മണിക്കൂർ ആനയുടെ മണ്ടയ്ക്കാണ്. അവനെ നമുക്ക് കിട്ടൂല, അവനെ പിടിക്കാൻ അതെ. വേണ്ടിട്ട് പറ്റണില്ല. 24 മണിക്കൂർ ആനയുടെ മണ്ടയ്ക്കാണ്. ആ ആ, അതുകൊണ്ട് അവനെ പിടിക്കുമ്പോ അവന്റെ വെയിലൊക്കെ എടുക്കും, അത് വെറുതെ വിടും. ആ. അപ്പൊ ഈ പെയിലോക്ക് ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓ വേറൊരു പിന്നാടി തന്നെ. ഞാൻ ഇവിടുത്തെ എന്ത് ചെയ്യാ, ഇവിടുത്തെ മെയിനാണ് ഞാൻ. അതെ അതെ. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ കൂടെ ഒരു പോലീസ് ഓഫീസറെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓ അപ്പോഴാണ് ഒരു എഫ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഈ സിറ്റിയിൽ വന്നത്. ആ ആ ഞാൻ ആദ്യം വിചാരിച്ച് അവനെ പോലീസ് ആക്കാറ്. ഓ ഓ പിന്നെയാണ് മനസ്സിലായത് അവന് മാസ്റ്ററിന്റെ അതേ ബുദ്ധിയാണ്, അതുകൊണ്ട് വേണ്ടത്. ആ ആ തന്നെ കണ്ടപ്പോ തനിക്ക് ആ ഒരു പോലീസ് ആവുന്ന ഒരു ഗട്ട്സും ആ ഒരു ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പേരും ഒരു ദാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഓ അങ്ങനെ തോന്നിയോ? എന്താ ചെയ്യാ. അല്ല, താൻ മറ്റേ ലിയോദാസിന്റെ പരിപാടി കാണിക്കൂലല്ലോ, താൻ പാസ്റ്റില് വേറെ ആരെങ്കിലും ആയിരുന്നു, പാർത്ഥിബൻ ഇല്ലില്ല ലിയോ. ഇല്ലില്ല. ലിയോദാസിന്റെ വകയിലൊരു കസിനാണ് ഞാൻ. ഞങ്ങള് വേറെ ടീമാണ്. ഓ അപ്പൊ അവരെ താന് ഡ്രഗ് അപ്പൊ ബിസിനസ്. താന് ഈ ഡ്രഗിന്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്ന, തന്നെ കൊല്ലട്ടെ. ഇല്ല അവര് ഡ്രഗ്സ് ആയിട്ട് മുന്നോട്ട് പോയി. എന്റെ അപ്പൂപ്പൻ അവരെ കൂടെ നിൽക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ഒന്നും കൊടുത്തില്ല. അപ്പൊ ഞങ്ങള് പാരമ്പര്യമായിട്ട് ഇങ്ങനെ എസ്റ്റേറ്റ് പണിയൊക്കെ എസ്റ്റേറ്റ് എന്നാണ് ആ താൻ ഡ്രഗ്സ് പറഞ്ഞത്. കിട്ടുന്നവരെ ഇവിടെ കിടന്നു. സാർ അത് ലിയോദാസ്, ഞാനല്ല. ഇങ്ങോട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് റിയൽ എസ്റ്റേറ്റുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് സാർ. കെട്ടിട നിർമ്മാണം ഒക്കെ ആയിട്ട് എന്താ ചാന്ത് കൊഴുക്കല് അങ്ങനത്തെ അല്ല, പരിപാടിയാണ് പോകാറുള്ളത്. ഞാൻ തനിക്ക് 2 ഓപ്ഷൻ തരാം. ആ ഒന്നെങ്കിൽ തനിക്ക് റിയൽ എസ്റ്റേറ്റ് പണി തുടരാം, ആ അല്ലെങ്കിൽ തനിക്ക് എന്റെ കൂടെ പോലീസ് ആവാം. ഏത് വേണം? പോലീസായിട്ട് ഇനി നാട്ടുകാരുടെ ഇടയിലേക്ക് ഈ വില കിട്ടുമായിരിക്കും അല്ലേ? പിന്നല്ല, വില മാത്രമേ കാണുള്ളൂ. എന്നാ സാർ പോലീസ്. വില മാത്രല്ല, നമുക്ക് ഒരു കാര്യമില്ലാതെ ജുഗലിനെ ഇടിക്കുകയും ചെയ്യാം പോലീസ് ആയതുകൊണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പോലീസ് ആവുന്നോ? ആയിരിക്കും. ഓക്കെ. അപ്പൊ തന്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് താൻ ഈ തൊട്ട് ഈ സിറ്റി ഫുള്ള്, ഞാൻ അങ്ങനെ എപ്പോഴും ഓൺലൈനിൽ വരാറുണ്ട്, എപ്പോഴും സിറ്റിയിൽ വരാറുണ്ട്. അപ്പൊ പോലീസ് സ്റ്റേഷൻ എപ്പോഴും നോക്കിക്കോളും. അതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ. തന്റെ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇവിടെയാണ് ഇരിക്കേണ്ടത്. ഇതാണ് തന്റെ സീറ്റ്. അപ്പൊ ഇതാണ് എന്റെ പട്ടി റോക്കി. എവരെ തൊട്ട് കഴിഞ്ഞാൽ ആരെയായാലും തല വെട്ടിക്കോണം. ആരെന്നൊന്നും നോക്കണ്ട. പിന്നെ വേറൊരു കാര്യം, താന് ഒരു വെള്ള കളർ വുഡ് എവിടെ കണ്ടാലും മണപ്പിച്ച് വെക്കണം. അതിലൊരു സസ്പീഷ്യസ് ആയിട്ടുള്ള സ്മെല്ല് ഉണ്ടെങ്കിൽ അത് എന്തായാലും പിടിച്ചേക്കണം. അതാണോ പെയിലോക്ക്? അതാണ് പെയിലോക്ക്. ഇതാണ്ട് ഇത് പെയിലോക്ക് അല്ല കേട്ടോ, ഇത് വൈറ്റ് ഓക്കാണ്. ഇത് മണപ്പിച്ച് നോക്കിയത്, മണപ്പിച്ച് നോക്കി.
അല്ല സ്മെല്ലുണ്ടോ? അല്ല ഇല്ല 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 ഇല്ല. വൈറ്റ് ഒക്കെ ആണ്. താൻ ഇങ്ങോട്ട് വന്നേ, ബാക്കിലോട്ട് വന്നേ. ആ ഇത് ഇങ്ങോട്ട് അധികം വരരുത്, ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് അധികം വരണ്ട. ഓക്കെ ഓക്കെ ഓക്കെ. തന്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് തനിക്ക് ഫ്രീ ടൈം ഒക്കെ ഉണ്ട്, തനിക്ക് എപ്പോ വേണമെങ്കിലും ഡ്യൂട്ടി കയറിയാൽ മതി. താൻ എല്ലാ ദിവസവും ഈ കംപ്ലൈന്റ് ദിവസവും തുറന്നു. തുറന്നു നോക്കാതെ ഇതിനകത്ത് ചിലവന്മാര് കംപ്ലൈന്റ് ഒക്കെ ഇടും. അങ്ങനെയാണ് സംഭവങ്ങൾ. ഓക്കെ. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡൗട്ടൊന്നുമില്ല. ഓൾ ക്ലിയർ. പിന്നെ ഈ സ്റ്റെപ്പ് കണ്ടിട്ട് ചിലവന്മാര് ശബരിമല 18-ാം പടി എന്നൊക്കെ പറയും, അതൊന്നും മൈൻഡ് ആക്കല്. അങ്ങനെ പറയുന്നവന്മാരെ ഇത് ആക്ഷൻ എടുത്തോട്ടെ സാർ. അല്ല ആക്ഷൻ അത്രയ്ക്കൊന്നും വേണ്ട, ചെറിയ സത്യമൊക്കെ ഉണ്ട്, ഒന്നും പറയണ്ട, ഒരടി ഉൾപ്പെട്ടാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഈ പോലീസ് സ്റ്റേഷനില് ഈ പോലീസ് സ്റ്റേഷൻ സാധാരണ ഒരു പോലീസ് സ്റ്റേഷൻ അല്ല. ഇത് ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ്. ഇത് ഭയങ്കര ഏൻഷ്യൻ രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. കിടിലൻ പോലീസ് സ്റ്റേഷനാണ്. അതുകൊണ്ട് വേറെ ആരെയും ഇങ്ങോട്ട് കേറ്റില്ല. ഇല്ല ഒരിക്കലില്ല. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഇത് സാധാരണ ഒരു സിറ്റി അല്ല, അതെനിക്കറിയാമോ? സാധാരണ ഞാൻ പോകുമ്പോ ഇതൊരു സാധാരണ ഗ്രാമമായിരുന്നു എന്ന് എനിക്കറിയാം. സാധാരണ ഒരു സിറ്റി അല്ല, ഇവിടെ നമുക്ക് ട്രോളൊക്കെ കിട്ടും. അത് പറഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചു ഭൂമി കുലുക്കാന്ന്, പിന്നെയാണ് മനസ്സിലായത് ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നം ഉണ്ടാവലുണ്ടെന്ന്. ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ആരെയും ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ തിരിച്ചു ചെയ്താൽ മതി. ഓക്കെ, അവർക്കെതിരെ ആക്ഷൻ എടുത്തിരിക്കും ശക്തമായിട്ട്. വേറൊരു കാര്യം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഇതിൽ ഉൾപ്പെടുത്തരുത് ഒരിക്കലുമില്ല. പിന്നെ താന് ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് യൂണിഫോം ഇടണം. അല്ല എന്റെ യൂണിഫോം ഇല്ല. അല്ല, യൂണിഫോം ഞാൻ തയ്ച്ച് തരാം. തന്റെ അളവൊക്കെ ഒരു ടൈലർ ഉണ്ട് ഇവിടെ, പുള്ളിയുടെ കൊടുത്താൽ മതി. തയ്ച്ചു തരാം ഞാൻ. അപ്പൊ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് യൂണിഫോം യൂണിഫോം. പിന്നെ ആരുടെയെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വെക്കരുത്. തന്റെ കയ്യിൽ തന്നെ വെക്കണം. പോലീസ് സ്റ്റേഷനിൽ എല്ലാവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അങ്ങനെ വല്ലതും ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിലല്ലാതെ നമ്മുടെ ചാടിപ്പുറകെ കയറി വരും. പിന്നെ ഇതൊരു ഷോപ്പാണ്. ഈ ഷോപ്പിനകത്ത് ഗവൺമെന്റ് ടാക്സ് കൊടുക്കുന്നതാണ് ഇവര് ഷോപ്പ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഷോപ്പ് എത്രയും പെട്ടെന്ന് പൂട്ടിക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ വന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ വന്ന് എടുത്തിട്ട് പോലോ, ഇങ്ങനെ പേടിപ്പിച്ച് നമ്മളെ കൂടെ നിർത്താറില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓണർ വഴി മണ്ടനാണ്. അവന്റെ അടുത്ത് പറഞ്ഞാൽ അത് GST ആണ്, ഫ്രീ ആയിട്ട് സാധനങ്ങൾ തന്നില്ലെങ്കിൽ നിന്റെ ഷോപ്പ് സീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ മതി. അതായത് കെമിങ്ങൽ ഇന്നലെ കണ്ടായിരുന്നു, അവന് ഈ ഷോപ്പിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വന്നേ. മക്ഡൊണാൾഡ് ഇന്നലെ കണ്ടായിരുന്നു, മറ്റേ ജുബിലിന്റെ. അബദ്ധം പറ്റിയാൽ പോലും ഇവിടുന്ന് ഫുഡ് കഴിക്കരുത്. അയ്യോ, എന്റെ ഒരു സ്റ്റാക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, തിരിച്ചു വെക്കാല്ലേ ഇനി? തിരിച്ചു. ഓക്കെ. ഇവൻ പോയിസൺ ഉള്ള ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഭയങ്കര കംപ്ലൈന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പോയിസൺ വെച്ച് പൊറപ്പിക്കരുത് സാർ. അപ്പൊ നമ്മൾ ഈ ഷോപ്പ് സീൽ ചെയ്യണം. നമുക്ക് അവന് ഒരാഴ്ച സമയം കൊടുക്കാം ഫുഡ് ശരിയാക്കാൻ. കൊടുക്കാം. എന്നിട്ട് ശരിയാക്കിയില്ലെങ്കിൽ നമ്മൾ ഷോപ്പ് സീൽ ചെയ്യും. ഒരാഴ്ച സമയം കൊടുക്കണം, 3 ദിവസം പോലെ. ഒരാഴ്ച കൊടുക്കട്ടെ. ഒന്നാമതൊരു കിളി പോയ ഒരുത്തനാണ്. ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം എന്നാണ് കേൾക്കുന്നത്. ഒരാഴ്ച ഇരുന്നോട്ട്. തനിക്കെല്ലാം മനസ്സിലായല്ലോ, ഡൗട്ടൊന്നും ഇല്ലല്ലോ? മനസ്സിലായി സാർ, ഒക്കെ മനസ്സിലായി. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ ഒരു ഒഫീഷ്യൽ പോലീസ് ഓഫീസറായി മാറിയിരിക്കുകയാണ്. ഇനി എന്തായാലും ഇവിടെ കുറച്ച് പരിപാടി ഞാൻ ചെയ്യും.
അപ്പൊ എന്തായാലും നമ്മൾ ഇനി അനീതിക്കെതിരായിരിക്കും ഗേസ്, അനീതിക്കും എതിരായിരിക്കും നമ്മള്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ആൻഡ് ബൈ ബൈ ഗേസ്, ലവ് യു ഓൾ.